കാലത്ത് അവിശ്വാസിയായിരുന്നു എന്നാണ് പറഞ്ഞതിന്റെ ആയിട്ട് നടത്തിയത്. വെളിച്ചപ്പാടിന് മുമ്പ് കാർത്തി എം ടി ആണെങ്കിൽ ഇപ്പൊ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല എന്ന് കൂടിയാണ്. എം ടിക്ക് തെറ്റുപറ്റി പോയതാണ് എം ടി എന്ന് സമ്മതിക്കുന്നുണ്ട് എന്നാണ് ഈ ആചാര്യന്റെ പക്ഷം. ഞാൻ പറഞ്ഞു വീഡിയോ. അപ്പൊ നമുക്ക് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം തന്നെ മാറി, അദ്ദേഹം പണ്ടത്തിൽ തന്നെയാണ് വേറെ രീതിയിൽ. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തി കൊണ്ട് വഴിതെറ്റിപ്പോയ നമ്മുടെ തലമുറകളൊക്കെ അതാണ് അദ്ദേഹത്തിനെതിരുള്ള രണ്ടാമത്തെ ആരോപണം. ആ കുറ്റാരോപണം നമ്മൾ മുഖത്ത് വിലക്കെടുക്കണോ എന്നാലോചിച്ചാൽ എന്താ പറയുക? എം ടി തന്റെ വിശ്വാസത്തെ കുറിച്ച് പറയുന്നതാണ്. എം ടി തന്റെ വിശ്വാസക്രമങ്ങളെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, എൻ്റെ ഒരു പ്രദേശത്തെ പരദേവതയിൽ ഞാൻ വിശ്വസിക്കുന്നു. അതൊരു ഫോക്ക് ആരാധനാ ക്രമങ്ങളുടെ ഭാഗം, ക്ഷേത്രാരാധനാ ക്രമങ്ങളുടെ ഭാഗമൊന്നുമല്ല. എൻ്റെ നാട്ടിലുള്ള കൂടലൂരിൽ ഞാൻ കാണുന്ന ഒരു പരദേവതയുടെ ഇതിനകത്ത് എനിക്ക് വിശ്വാസമുണ്ട്. നാട്ടിൽ കിടക്കുന്ന എല്ലാ അത്തരം നെറികെട്ട വിശ്വാസക്രമങ്ങളോടും അതാത് സമയത്ത് നേരത്തെ പറഞ്ഞ കണക്കു തീർത്ത നിലപാടുകളും എടുത്തിട്ടുണ്ട് അദ്ദേഹം. ഈ നില നിൽക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് അദ്ദേഹം പൂർണ്ണമായിട്ട് ഒരു വിശ്വാസരാഹിത്യത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് സഞ്ചരിച്ച മനുഷ്യനാണ്. ഒരിക്കലും അദ്ദേഹം വിശ്വാസമില്ലായ്മയിൽ നിന്ന് വിശ്വാസത്തിലേക്ക് സഞ്ചരിച്ച മനുഷ്യനല്ല. അദ്ദേഹത്തിന്റെ എഴുത്ത് അങ്ങനെയല്ല. ഞാൻ എത്രയോ ഉദാഹരണങ്ങൾ പറയാം, എത്രയോ ഉദാഹരണങ്ങൾ. ഞാനൊരു ഉദാഹരണങ്ങളോട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ വാരണാസി 2002 അവസാന കാലത്തൊക്കെ എഴുതിയിട്ടുള്ള ഒരു നോവലാണ് 2000. ആ നോവൽ തുടങ്ങുന്ന എങ്ങനെയാണ്? നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാകുന്ന ആ നോവൽ തുടങ്ങുന്നത് വേണജനകതയുമായി ഭക്തി, വിശ്വാസം, പ്രമാണം എന്നൊക്കെ പറയാവുന്ന നമ്മുടെ സനാതന ധർമ്മികൾക്ക് ഇന്ന് ആ വാക്ക് വളരെ വളരെ കോൺട്രവേഴ്സ്യലാണ് കേരളത്തിൽ. വീണ്ടും ഒരിക്കൽ കൂടി എന്താണ് സനാതന ധർമ്മം ഓരോരുത്തരും വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മുടെ എം ടിയുടെ അനുസ്മരണം നടക്കുന്നത്. നമുക്കറിയാം. ഞാൻ പറഞ്ഞത് സനാതന ധർമ്മ സങ്കല്പങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലേക്ക് വേണമെങ്കിൽ എം ടിയെ വ്യാഖ്യാനിക്കാനൊക്കെ പറ്റാവുന്ന ഒരു ടെക്സ്റ്റാണ് 2002 വാരണാസി എന്ന് പറയുന്നത്. വാരണാസി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ തുടക്കം കഠോപനിഷത്തിലേക്ക് ഒരു കഥ പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, പ്രത്യേകിച്ച് എം ടി ഒരു സാധനം എഴുതുന്നതിന്റെ രീതിയാണ് എനിക്ക് കുറച്ചുകൂടി താല്പര്യം. എന്റെ കണ്ടന്റിനേക്കാൾ അതിന്റെ ഉള്ളടക്കത്തേക്കാൾ ആ എഴുത്തിന്റെ പാറ്റേൺ ഇവിടുന്ന് രൂപപ്പെട്ട് വരുന്നു എന്നുള്ളത് വളരെ പറഞ്ഞു. എം ടി ആ നോവൽ തുടങ്ങിയത് വാരണാസി എന്ന് പറയുന്ന നോവൽ തുടങ്ങുന്നത് കഠോപനിഷത്തിനെ കോട്ടയം. കഠോപനിഷത്തിലെ കഥ എന്ന് പറയുന്നത്, കഠോപനിഷത്തിൽ ഉപകഥ നിങ്ങൾ ശ്രദ്ധയുണ്ട് എങ്കിൽ കഠോപനിഷത്തിൽ ഉപകഥ നചികേതസ് എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടി, നചികേതസ് എന്ന് പറയുന്ന വളരെ ചെറിയ കുട്ടി സ്വന്തം അച്ഛൻ ബ്രാഹ്മണർക്ക് ദാനധർമ്മങ്ങൾ കൊടുത്ത് സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ച് കുറെ ദാനധർമ്മങ്ങൾ നടത്തുന്ന ആളാണ്. വാരണാസി നമ്മുടെ ലൈബ്രറിയിൽ എടുത്തെങ്കിൽ നിങ്ങൾ ഈ പ്രഭാഷണത്തെ കഴിഞ്ഞിട്ട് എടുത്തൊരിക്കൽ കൂടി വായിക്കും. അപ്പൊ അച്ഛന്റെ താല്പര്യം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ബ്രാഹ്മണർക്ക് ദാനധർമ്മങ്ങൾ, ഗോക്കൾ, ഭൂമി, നെല്ല് ഇതൊക്കെ ദാനം ചെയ്ത്, വസ്ത്രങ്ങൾ, അന്നം ഇതൊക്കെ ദാനം ചെയ്ത് പെട്ടെന്ന് സ്വർഗപ്രവേശം കിട്ടണമെന്നാണ് മകനത് കാണുന്നത്. ഞാൻ അടുത്തൊരു മകളുടെ കാര്യം പറഞ്ഞില്ല എന്നോട്, രേണു എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കാര്യം. എം ടിക്ക് പുതിയ തലമുറയിൽ ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നതായിരിക്കും. അതേമാതിരി ഒരു കുട്ടിയാണ് നചികേതസ്. അച്ഛൻ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മയും, ഗോപാലൻകുട്ടി എന്ന് പറഞ്ഞ പ്രൊഫസർ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മയും കുട്ടി നോക്കുന്ന മാതിരി നചികേതസ് എന്ത് ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അച്ഛൻ ചെയ്ത് കൊള്ളരുതായ്മയൊക്കെ നോക്കുന്നു. അച്ഛൻ ചെയ്യുന്നൊരു കാര്യം ഏറ്റവും മോശം പശുക്കളെ, ചവാനായ പശുക്കൾ, അത്തരം പശുക്കൾ മാത്രം ബ്രാഹ്മണർക്ക് കൊടുത്തു. നെല്ലിൽ ഏറ്റവും മോശപ്പെട്ട തവിട് കൂടിയ നെല്ല് കൊടുത്തു. നിങ്ങൾ ആലോചിച്ചു, വസ്ത്രങ്ങൾ കീറി പറയാൻ തുടങ്ങിയിട്ടുള്ള വസ്ത്രങ്ങൾ കൊടുത്തു. അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ, ദാനം പേരിൽ ഡോക്യുമെന്റിൽ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനൊക്കെ പുറത്തൊരൊറ്റ കാര്യമാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് സ്വർഗം ലഭിക്കണം. വേദപുസ്തകങ്ങളിൽ പറയുന്നുണ്ടല്ലോ, ദാനം ചെയ്താൽ സ്വർഗം ലഭിക്കുന്നു. ഈ കുട്ടി ഈ കള്ളത്തരങ്ങളെ ചോദ്യം ചെയ്യും. നിങ്ങളുടെ വർണ്ണാശ്രമ വ്യവസ്ഥകളിലെ കള്ളത്തരങ്ങളെ ചോദ്യം ചെയ്യുന്ന കുട്ടി എം ടിയുടെ നോവലുകളിലും കഥകളിലും ഉണ്ട്. നിങ്ങളുടെ സനാതന പാരമ്പര്യങ്ങളിലെ ധാരണകളെ ചോദ്യം ചെയ്യുന്ന കുട്ടികൾ അവിടെയുണ്ട്. ഞാൻ പറയുന്നു, ആ കുട്ടി ചോദ്യം ചെയ്തു. ആ കുട്ടി ചോദ്യം ചെയ്തിട്ട് അച്ഛനോട് ചോദിച്ചു, വല്ലാത്തൊരു ചോദ്യമാണ് ആ കുട്ടി ചോദിച്ചു, അച്ഛൻ ഇനി എപ്പോഴാണ് എന്നെ ദാനം കൊടുക്കുന്നത്? അതൊക്കെ ചോദ്യം, വെല്ലുവിളി നടന്നൊരു ചോദ്യം. അച്ഛന് ധൈര്യമുണ്ടോ അച്ഛൻ്റെ ഒറ്റ മകനെ ദാനം ചെയ്യും? ഞങ്ങളടിച്ചപ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് ഇട്ടുപോകാൻ പ്രയാസമായത് ദാനം കൊടുത്തു. അതാണ് ദാനത്തിന്റെ വേറൊരു കാഴ്ചപ്പാട്. രണ്ടാമത്തെ ദാനം കൊടുത്താൽ നിങ്ങൾക്ക് വിട്ടുകളയാൻ ഏറ്റവും പ്രയാസമുള്ള സ്ഥലങ്ങൾ, ഇരിപ്പിടങ്ങൾ, പദവികൾ, അത് ദാനം കൊടുക്കും. അച്ഛൻ എന്നെ ദാനം കൊടുത്തു കാണിക്കും. അച്ഛൻ എന്നാണ് എന്നെ ദാനം കൊടുത്തു?
കഠോപനിഷത്തിൽ നചികേതസ് സ്വന്തം അച്ഛനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, സ്വന്തം അച്ഛനോട് ചോദിക്കുന്ന ഒരു ചോദ്യം. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു നോവലിന്റെ പ്രമേയം തിരഞ്ഞെടുക്കാൻ ഇത് എങ്ങനെയാണെന്ന് കൂടി പറയാൻ വേണ്ടിയിട്ടേ. കഠോപനിഷത്തിൽ ഈ ചോദ്യം ചോദിച്ചത് അപ്പൊ അച്ഛൻ ഇറിറ്റേറ്റഡായി. സാധാരണ അച്ഛനും കുട്ടികളും തമ്മിൽ ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ ബന്ധങ്ങൾ ഉണ്ടാവാറുണ്ട്. അച്ഛൻ ഇറിറ്റേഷനായിട്ട് പെട്ടെന്ന് ഒരു വല്ലാത്ത സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അന്ന ഞാൻ കാലം കണ്ടാതാണ് കൊടുത്തത്. അന്നെ പോലുള്ള ഒരു കുരുത്തം കെട്ട ചെക്കൻ ഉണ്ടെങ്കിൽ അസുരവിത്ത് കുരുത്തം കെട്ട ചെക്കൻ ഉണ്ടെങ്കിൽ എന്റെ എല്ലാ പദ്ധതികളും കൂടിയും എനിക്ക് സ്വർഗം കിട്ടൂല, ഒന്നും കിട്ടൂല. അന്നൊക്കെ കാലം ദാനം കൊടുത്താൽ മാത്രം എനിക്ക് വഴി ക്ലിയർ ആവുള്ളൂ എന്നാണ് ഈ കർത്തം. എന്നെ ഞാൻ കാലം കണ്ട് ദാനം കൊടുത്തത്. പക്ഷെ അച്ഛന്റെ വാക്കനുസരിച്ച് നചികേതസ് മരണപ്പെട്ടു. പെട്ടെന്ന് പറയുന്ന ഒരു പിതാവാണ്. നചികേതസ് മരണപ്പെട്ടിട്ട് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മരണപ്പെട്ട് അദ്ദേഹം യമന്റെ അടുത്തെത്തി. യമൻ നമുക്കറിയാം. എം ടി ഒരു നോവലിന്റെ പ്രമേയം തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചിട്ട് അയാൾ പറയുന്നുണ്ടോ. എം ടിയിൽ നിന്ന് നമുക്ക് സമകാല ലോകത്തിൽ എന്ത് കണ്ടെടുക്കാനുണ്ട് എന്നുകൂടി യമൻ. നചികേതസ് യമന്റെ മുന്നിലെത്തിയപ്പം യമനോട് ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെറിയ കുട്ടികളുടെ കണ്ണിൽ തീക്ഷ്ണമായ തിളക്കങ്ങളുണ്ട്. ആ കുട്ടി ചോദിച്ച ഒരു ചോദ്യം യമനോട് ചോദിച്ചൊരു ചോദ്യം വിലയമായിരുന്നു. അച്ഛനോട് ചോദിച്ച വലിയൊരു പൊട്ടിത്തൊരു ചോദ്യം. അച്ഛനോട് ചോദിച്ച പോലെ യമൻ നചികേതസ് യമനോട് ചോദിച്ചു, നിങ്ങളാണല്ലോ മരണത്തിന് വരുന്നത്. മരണം എപ്പോ വേണം എപ്പോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. മരണത്തിന്റെ ഒരു രഹസ്യന്മാരും മനുഷ്യന്മാർക്ക് വിട്ടുകൊടുക്കാണ്ട് പിടിച്ചെടുക്കുന്നത്. അതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ സ്വഭാവം എന്താണെന്ന് പറയാൻ പറ്റും. അതൊക്കെ നിങ്ങൾ കൈവെള്ളയിലാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കണം, മരണത്തിന്റെ രഹസ്യം. ഈ കുട്ടി മരണത്തിന്റെ ആ വിധേയതയോട് ചോദിച്ചു, മരണത്തിന്റെ രഹസ്യം എന്താണ്? കാലം പറഞ്ഞ മറുപടി പറയാം, ദയവ് ചെയ്തിട്ട് ആ ചോദ്യം ചോദിക്കുക. എന്റെ ഒരു ഒരൊറ്റ പേജിൽ ആ നോവലിന്റെ തുടക്കത്തിൽ ഈ സാധനം എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് പരത്തി എല്ലാവരുടെയും ചെയ്ത് പറയുന്നുണ്ടോ. അതിന്റെ ഒരു ആമുഖമായി എം ടി എഴുതി. എം ടിയുടെ ആ നോവലുകൾക്ക് ഒരു ആമുഖമുണ്ട്, കുഞ്ഞു കുഞ്ഞു ചാപ്റ്ററുകളുണ്ട്, ഒന്നും തീർക്കല്ല, എളുപ്പം നമ്മളെ പഠിപ്പിക്കളയുന്ന ഒരു അവസാനം ഒരു ഫലശ്രുതി ഉണ്ട്. ഫലശ്രുതി എന്ന് പറഞ്ഞാൽ ഈ നോവൽ കൊണ്ട് ഞാൻ എന്താണ് ആലോചിക്കുന്നത്, എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നൊരു ഫലശ്രുതിയും കൂടി വെച്ചിട്ടാണ് മിക്കവാറും എം ടിയുടെ നോവലുകൾ പലപ്പോഴും ക്ലാസിക് സ്വഭാവത്തിലുള്ള രണ്ടാം മൂഴം പോലുള്ള നോവലുകളൊക്കെ അങ്ങനെയാണ് എം ടി എഴുതിയത്. ഇതിന് ഒരു പ്രമാണമാക്കി എന്നതിലേക്ക് ഈ സാധനമാണ് എടുത്തത്. ഞാൻ പറഞ്ഞു നചികേതസിനോട് യമൻ പറഞ്ഞു, ഞങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ, ദീർഘായുസിൽ ജലാതനകൾ ബാധിക്കാത്ത ജന്മം തരാം. എന്നെ ജലാതനകൾ ബാധിക്കില്ല. എനിക്ക് ദീർഘായുസ് തരാൻ ഞാൻ, എനിക്ക് അത്രയും ആരോഗ്യമുള്ള പശുക്കളെ തരാം. എനിക്ക് എത്ര രാജ്യത്തിന്റെ അതിരുകൾ വേണോ അത്രയും തരാം. എനിക്ക് സുന്ദരിമാരുടെ കൂടെയുള്ള സഹവാസം ഞാൻ ഉറപ്പുവരുത്താം. നിന്റെ ആയുസ് തീരുമ്പോഴും അത് തീരുന്നില്ല. നിന്റെ പിതാക്കന്മാർക്ക് ശേഷമുള്ള പുതിയ കുട്ടികളിലേക്കൊക്കെ ഞാൻ ഈ സുഖ സൗകര്യങ്ങൾ തരാം. ദയവ് ചെയ്ത് മരണത്തിന്റെ രഹസ്യം മാത്രം. എനിക്ക് ഒരു നോവൽ പ്രമേയമായി തോന്നുന്ന കാര്യത്താണ്. നമുക്ക് അക്കാലത്തൊക്കെ പല നോവൽ പ്രമേയങ്ങൾ തോന്നാം. എം ടിക്ക് ഒരു നോവൽ പ്രമേയത്തിലേക്ക് എന്നാ ശിലാലികൾ എന്ന് പറയുന്ന കഥ ആവുന്ന മാതിരി എം ടിക്ക് ഒരു നോവൽ പ്രമേയമായി തോന്നുന്നത് ഇങ്ങനെയാണ്. പക്ഷെ ആ കുട്ടി അതിനോട് വീണ്ടും സംബന്ധിച്ചു. നചികേതസ് യമനോട് പറഞ്ഞു, നിങ്ങൾ ഈ തരാം എന്ന് പറഞ്ഞ സാധനം എത്ര കാലം നിൽക്കും? ഭൂമി എല്ലാ കാലം നിൽക്കോ? ശരീരം എല്ലാ കാലം നിൽക്കോ? ആയുസ് എല്ലാ കാലം നിൽക്കോ? സൗന്ദര്യം എല്ലാ കാലത്തും നിൽക്കോ? പ്രശസ്തി എല്ലാ കാലത്തും നിൽക്കോ? ഞാൻ ആലോചിക്കുന്നത് എല്ലാ കാലത്തും നിൽക്കുന്ന ഒരു സാധനത്തെ കുറിച്ചിട്ടാണ്. അത് പണ്ട് ബുദ്ധനൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ്. ഞാൻ ആലോചിക്കുന്നത് എല്ലാ കാലത്തും പെട്ടെന്ന് നശിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചല്ല, ശാശ്വതമായ ഒരു കാര്യത്തെ കുറിച്ച്, മരണത്തെ കുറിച്ചുള്ള രഹസ്യം മാത്രം പറയും. ഈ മരണത്തെ കുറിച്ചുള്ള രഹസ്യം നിങ്ങൾ ആലോചിച്ചു. ഈ കുട്ടിയുടെ നിർബന്ധ ബുദ്ധിക്ക് വഴങ്ങി, കുട്ടിയുടെ അർപ്പണത്തിന് വഴങ്ങി, കുട്ടിയുടെ ആർജവത്തിന് വഴങ്ങി, കുട്ടിയുടെ സംവാദ സ്വഭാവത്തിന് വഴങ്ങി, കുട്ടിയുടെ വിട്ടുവീഴ്ചയിലേക്ക് വഴങ്ങി നചികേതസിന് യമൻ പറഞ്ഞു കൊടുക്കുന്നതാണ് കഠോപനിഷത്ത് എന്ന് പറയുന്നത്. മരണത്തിന്റെ രഹസ്യം വിശദീകരിച്ചു എന്ന് പറയുന്ന ഉപനിഷത്താണ് കഠോപനിഷത്ത്. ഞാൻ 10 മിനിറ്റ് കൂടി ദിവസമായിട്ട് ഞാൻ പറഞ്ഞത് അതാണ് കഠോപനിഷത്തിന്റെ ഒരു താല്പര്യം. അപ്പൊ അത് കഴിഞ്ഞ് നിങ്ങൾ നോക്കൂ, അത് കഴിഞ്ഞ് അത് വിശദീകരിച്ചു കഴിഞ്ഞ് ഇതിനെ വെച്ചുകൊണ്ടാണ് വർത്തമാനകാലത്തെ ഒരു പ്രശ്നത്തെ എം ടി അവതരിപ്പിക്കുന്നത്. എം ടി ആ നോവലിൽ വാരണാസി എന്ന് പറയുന്ന നോവലിൽ ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശവങ്ങൾ സംസ്കരിക്കപ്പെടുന്ന മണികർണികയെ വെച്ചുകൊണ്ടാണ്. അതിന്റെ പശ്ചാത്തലം
മണികർണിക എന്ന ചുടലപ്പറമ്പ് ഇന്ത്യയുടെ നോവലിന്റെ പശ്ചാത്തലം ജീവിതത്തിൽ ഒരു